ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി നല്ല കട്ടിയിൽ വളരാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം എങ്ങനെ ഫലപ്രദമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ്. കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ചയെ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ അത് വേറൊരു രീതിയിൽ ഇച്ചിരി കൂടി നമുക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ ടിപ്പിലെ മെയിൻ താരം. കഞ്ഞിവെള്ളം നമ്മൾ ഒരു ദിവസം വെച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം തയ്യാറാക്കിയിട്ട്, കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത്, അതായത് അരി കുതിർത്തിട്ടുള്ള, നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അരി തിളപ്പിച്ച് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ഊറ്റിയെടുക്കുന്ന വെള്ളത്തിനാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. പക്ഷേ പല നാട്ടിലും പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പല പല ടിപ്പുകൾ കണ്ടിട്ട് സംശയം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. ഒരുപാട് പ്രാവശ്യമായിട്ട് കമൻറ്റിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് വേവിച്ച് കഴിയുമ്പോൾ ഊറ്റിയെടുക്കുന്ന വെള്ളമാണ്. പലർക്കും സംശയമുണ്ട് അരി കുതിർത്തിട്ടിട്ട് ആ വെള്ളത്തിനാണോ പറയുന്നതെന്ന്. അല്ലാതിനല്ല, അതായത് ചോറ് വേവിച്ച് വരുന്ന വെള്ളത്തിനാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് മാറ്റി വെക്കാം. അത് ഇരുന്ന് ഒരു ദിവസം, അതായത് പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടും. ഫെർമെൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കുറച്ചുകൂടെ ഇരട്ടിക്കത്തേ ഉള്ളൂ നമ്മളത് പുളിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക്. ഇനി ഏകദേശം ഇത് നമ്മൾ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കഞ്ഞിവെള്ളം കട്ടിയായി പോകും. ഒരു ജെല്ലി പരുവത്തിലായിരിക്കും നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം കിട്ടുന്നത്. അതങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവെറയാണ്. അലോവെറയുടെ ജെല്ല്. അപ്പോൾ അലോവെറയുടെ ജെല്ല് ഞാൻ എന്തായാലും കടയിൽ നിന്ന് മേടിക്കുന്നത് അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കറ്റാവാഴയുടെ ജെല്ല് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ കറ്റാർവാഴയുടെ തണ്ട് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് മേടിച്ച് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ചെറിയ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അല്ലാതെ മേടിക്കുന്നതാണെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തണ്ടിൻ്റെ താഴ്ഭാഗം ഇച്ചിരി ഒന്ന് മുറിച്ചിട്ട് കുറച്ച് നേരം കുത്തി നിർത്തണം. അതിനകത്ത് ഒരു ചെറിയ ഒരു മഞ്ഞ കറ പോലെയുള്ള സാധനമുണ്ട്. അത് മൊത്തം ഒലിച്ചു പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫ്രഷായിട്ടുള്ള കറ്റാർവാഴയുടെ തണ്ട് ഉപയോഗിക്കുന്നവരോടാണ് പറയുന്നത്. അതിനുശേഷം മാത്രം അതിനകത്തുള്ള ജെല്ല് എടുക്കാൻ പാടുള്ളൂ. ഈ ജെല്ല് നിങ്ങൾക്ക് ഇതേപോലെ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തും വെക്കാവുന്നതാണ്. എപ്പോഴും മുഖത്തും തലയിലും ഒക്കെ നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഫ്രഷായിട്ടുള്ള കറ്റാർവാഴ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുന്ന പാക്കറ്റുകളുള്ള യൂസ് ചെയ്യുക. അതും ഓർഗാനിക് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യുക. എപ്പോഴും ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കറ്റാർവാഴയും കൂടെ എടുത്തിട്ട് ഒരു ചെറിയ തണ്ടിൻ്റെ മതിയാവും. നിങ്ങൾ വലിയൊരു തണ്ട് മേടിക്കുകയാണെങ്കിൽ അത് മുറിച്ചിട്ട് ചെറിയൊരു ഭാഗം മാത്രം എടുത്താൽ മതിയാകും. അതിൻ്റെ കറ്റാർവാഴയുടെ ജെല്ല് അതായത് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവ് വരത്തക്ക രീതിയിൽ അത്രയും മാത്രം മതിയാകും. അതുകൂടി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർക്കുക. ഇനി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ല് ഈ 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ശരി മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കഞ്ഞിവെള്ളത്തിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് അത് നല്ലതുപോലെ നല്ലപോലെ മിക്സായിട്ട് കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കഞ്ഞിവെള്ളം കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. കാരണം കഞ്ഞിവെള്ളം ഓൾറെഡി ഇപ്പോൾ ജെല്ലി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് തലയിൽ തേക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ കൈവച്ച് ഉടച്ചു കൊടുത്താലും അത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ കൈവച്ച് ആ ജെല്ലി നല്ലപോലെ കഞ്ഞിവെള്ളം നല്ലതുപോലെ ഉടച്ചിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ്. ഇനി തേക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടിയിൽ സ്കാൽപ്പിലാണ് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. നല്ലതുപോലെ തലയോട്ടി മൊത്തം തേച്ച് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലേക്കും തേക്കാവുന്നതാണ്. അപ്പം മുടിയിൽ തേക്കാവുന്നതാണ്, തേക്കാൻ പാടില്ല എന്നല്ല. പക്ഷേ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് തലയോട്ടിയിലാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഏകദേശം ഒരു 1-2 മിനിറ്റ് നേരം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഒരു 30 മിനിറ്റ് നേരം മിനിമം
ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇത് തലയിൽ വെക്കണം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇനി കഴുകിക്കളയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മാത്രം മതി. ഇനി അതല്ല എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിക്കാവുന്നതാണ്. താളി നിങ്ങൾക്ക് ഫ്രഷായിട്ടൊന്നെങ്കിലും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ താളിയുടെ പാക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലാതെ നോർമലായിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും ഇത് നല്ലതുപോലെ പോകും. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്